മോഹിനിയാട്ട പഠനത്തിനായി ആൺകുട്ടികൾക്കും പ്രവേശനം നൽകാൻ കേരള കലാമണ്ഡലം തീരുമാനിച്ചു. കലാമണ്ഡലം ആസ്ഥാനത്ത് ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. കലാമണ്ഡലം വൈസ് ചാൻസലർ അനന്തകൃഷ്ണൻ, കലാമണ്ഡലം ഗോപി എന്നിവരുൾപ്പെടെയുള്ള 10-അംഗ ഭരണസമിതിയാണ് തീരുമാനമെടുത്തത്. നിലവിലെ വിവാദങ്ങളുടെയും വിവിധ മേഖലകളിൽ നിന്നുള്ള നിരന്തര ആവശ്യത്തിന്റെയും പശ്ചാത്തലത്തിലാണ് മോഹിനിയാട്ടത്തിന് ആൺകുട്ടികളുടെ പ്രവേശനം എന്ന തീരുമാനത്തിലേക്ക് ഭരണസമിതി എത്തിയത്. ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മൾ ആൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിട്ടില്ല. ആക്ച്വലി ഒരു കലാമണ്ഡലത്തിൻ്റെ ഒരു പോളിസി എന്ന നിലയിൽ ഒരു ജെൻഡർ ന്യൂട്രലായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആൺകുട്ടികൾക്ക് പ്രവേശനം കൊടുക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനത്തിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കലാമണ്ഡലത്തിന് അധിക ബാധ്യതയില്ലാതെയാണ് പുതിയ സംവിധാനം നിലവിൽ വരിക. തീരുമാനം നടപ്പാക്കുന്നതിന് മുന്നോടിയായി കമ്മിറ്റിക്ക് രൂപം നൽകി. 8 മുതൽ PG വരെ മോഹിനിയാട്ടം പഠിക്കാനുള്ള അവസരം നിലവിൽ കലാമണ്ഡലത്തിലുണ്ട്. 8ാം ക്ലാസ് മുതലാണ് അഡ്മിഷൻ. 8-ലുണ്ട്. പിന്നെ ലാറ്ററൽ എൻട്രി 11ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡിഗ്രിക്ക്. എൻട്രിയിൽ ആദ്യം 8ാം ക്ലാസ്സിലാണ് 12 അല്ലെങ്കിൽ 16 പേർക്ക് അഡ്മിഷൻ. അത് മുകളിലേക്ക് അങ്ങനെ തന്നെ പോകും. PGക്ക് മാത്രമാണ് സീറ്റ് കുറവ്, 8 സീറ്റൊക്കെ ഉണ്ടാവുള്ളൂ. തീരുമാനം നടപ്പാക്കും മുമ്പ് നിരവധി കടമ്പകൾ കടക്കാനുണ്ട് കലാമണ്ഡലത്തിന്. കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾ വേണമെന്ന് കലാമണ്ഡലം അധികൃതർ അറിയിച്ചു. റിപ്പോർട്ടർ, തൃശൂർ.